പെയ്ത്തുകടവ് കർക്കിടം വീട്ടിൽ മഴ അന്തരിച്ചു. പ്രായം എത്രയാണെന്ന് ആർക്കും ഒരു വിവരവുമില്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ അത്യാഹിത വിഭാഗത്തിൽ വെച്ചായിരുന്നു അന്ത്യം. മേഘത്തിന്റെയും നീരാവിയുടെയും മകനായി ജനിച്ച മഴ വളർന്നതും ജീവിച്ചതും മഴക്കാടുകളിലും വനമേഖലകളിലുമായിരുന്നു. കുമ്പത്തിലും മീനത്തിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ചിറാപുഞ്ചിയിൽ നിന്നും ഏറ്റവും കൂടുതൽ മഴയിൽ ബിരുദവും A+ കരസ്ഥമാക്കി. വനമാഫിയക്കാരും കയ്യേറ്റക്കാരും മഴക്കാടുകൾ വെട്ടിനശിപ്പിച്ചപ്പോൾ നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഒടുവിൽ അർബുദമായി മാറിയത്. പ്രകൃതി സംരക്ഷണ സമിതിയുടെയും വനസംരക്ഷകരുടെയും കാരുണ്യത്തിലാണ് ഇത്രയും നാൾ പെയ്ത് ജീവിച്ചത്. പ്രകൃതിയുടെയും തങ്ങളുടെയും ഭാവി ചോദ്യചിഹ്നമായെന്നും മഴയുടെ മരണം കാലാവസ്ഥ കുടുംബത്തിന് തീരാനഷ്ടമായെന്നാണ് കിണറുകളും അരുവികളും പുഴകളും പ്രതികരിച്ചത്. നിരവധി തവണ ബംഗാൾ ന്യൂനമർദ്ദ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം കേരളത്തിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. വനമാഫിയോടുള്ള രോക്ഷം പ്രകടിപ്പിച്ച് സൂര്യന്റെ നേതൃത്വത്തിലുള്ള വൻ പ്രതിഷേധം കേരളത്തിൽ തുടരുന്നു. വളർച്ചയും സൂര്യതാപവും ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇടവപ്പാതി കുടുംബാംഗം പേമാരിയാണ് ഭാര്യ. ചന്നം പിന്നം റെയിൽഡ് ഗോൾഡ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് മൂത്ത മകൻ. ചറപറ മഴ ഏകമകളാണ്. മിന്നൽ ഇടിവെട്ട് കൊടുങ്കാറ്റ് ഇവർ പരേതന്റെ സഹോദരങ്ങളാണ്.